അങ്ങനെ സ്പെയിൻ ഈ 2026 വേൾഡ് കപ്പ് ജേതാക്കളായിട്ടുണ്ട്. അർജന്റീനയെ നിലം പരിശാക്കിയിട്ടാണ് ഈ പ്രാവശ്യം സ്പെയിൻ വേൾഡ് കപ്പ് ജേതാക്കളായത്. അപ്പോൾ കളിയിൽ അർജന്റീനക്ക് ബോൾ തൊടാൻ പോലും സമ്മതിക്കാതെയാണ് സ്പെയിൻ മുന്നേറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗോള് അടിക്കുന്നതിൽ ഒരു പിശക് കാണിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിലാണ് സ്പെയിൻ ആ ഒരു ഗോൾ നേടിയിട്ടാണ് ഈ ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ളത്. അർജന്റീനയെ സംബന്ധിച്ചിട്ട്, മെസ്സിയെ സംബന്ധിച്ചിട്ട്, അവരുടെ എല്ലാ കളിക്കാരെ സംബന്ധിച്ചിട്ട് ഒരു തരത്തിലും ബോൾ കൊടുക്കാതെയാണ് സ്പെയിൻ കളിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സെമിയിൽ ഫ്രാൻസിനെതിരെ കളിച്ച അതേ തന്ത്രം തന്നെയാണ്. ബോൾ കൈവശം വെച്ചുകൊണ്ട് എതിരാളികളെ ആ ഒരു രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കി അവരുടെ ഡിഫൻസിൻ്റെ പിഴവിൽ ഗോൾ നേടുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്രാവശ്യവും ഈ ഫൈനലിലും സ്പെയിൻ നിലനിർത്തിയത്. അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെസ്സിയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന താരത്തെ പോലും പ്രഭമാക്കിയിട്ടാണ് ഈ പ്രാവശ്യം സ്പെയിൻ ലോകകപ്പിൽ ചാമ്പ്യന്മാരായത്. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിട്ട് മെസ്സിക്ക് ബോൾ കൊടുക്കുന്നേ ഉണ്ടായില്ല. ബോൾ കിട്ടിയ പാടന്നെ സ്പെയിൻ്റെ ഡിഫൻഡേഴ്സ് കൃത്യമായിട്ട് തന്നെ അത് ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പിടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബോൾ പാസിങ്, അതായത് വൺ ടച്ച് പാസിങ് നൽകിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ മുന്നേറിക്കൊണ്ടിരുന്നത്. അർജൻറ്റീനയുടെ ബോൾ പൊസിഷൻ നോക്കിയാൽ അറിയാം, 800-ലധികം പാസുകളാണ് സ്പെയിൻ ഈ ഒരു മാച്ചിൽ മാത്രം നേടിയത്. ഗ്രൗണ്ടിൽ ഒരു തരത്തിലുള്ള കളിയും ഈ ഒരു 90 മിനിറ്റിലും അതിൻ്റെ എക്സ്ട്രാ ടൈമിലും കളിച്ചിട്ടില്ല. ഈ അർജൻറ്റീന ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. സ്പെയിൻ നിരവധിയായ ഗോളുകൾ നേടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അർജൻറ്റീനിയൻ ഗോൾ കീപ്പറുടെ അതിശക്തമായ സേവിങ്ങിലൂടെ മാത്രമാണ് അർജൻറ്റീന ഒരു വലിയ നാണക്കേടിൽ നിന്ന് ഒഴിവായത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയധികം ഷോട്ടുകൾ അർജൻറ്റീനിയൻ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാർട്ടിൻസിൻ്റെ അതിവിദഗ്ധമായ സേവിങ്ങിലൂടെയാണ് അർജൻറ്റീന രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നിരവധി ഗോളുകൾ വീണേനെ. ആ ഒരു ഗോൾ, നല്ല ഒന്നാം തരം ഗോൾ തന്നെയാണ് അവിടെ അടിച്ചത്. ടോറസാണ് അടിച്ചത്. കളി എന്ന് വെച്ചാൽ ഇതാണ് കളി, ഫൈനലാണ്. അർജൻറ്റീനിയൻ ടീം ഈ കാലം അത്രയും ഈ കഴിഞ്ഞ കളികളിലൊക്കെയും 80-ാം മിനിറ്റിന് ശേഷം, അതായത് 90+-ലൊക്കെയാണ് ഗോൾ അടിച്ചിട്ട് തിരിച്ചു വന്ന ആ ചരിത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഫ്രാൻസ് പോലുള്ള ഏറ്റവും വലിയ ടീം ഈ ലോകകപ്പിൽ നേടും എന്ന് അവകാശപ്പെട്ടിരുന്ന ഫ്രാൻസിനെ തകർത്തുകൊണ്ടാണ് സ്പെയിൻ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ കഴിഞ്ഞ ചാമ്പ്യന്മാരായ അർജൻറ്റീനയെ അതേപോലെ തന്നെ ഫ്രാൻസിനെ വെള്ളം കുടിപ്പിച്ച പോലെ ഒരു തരത്തിലും ബോൾ കൊടുക്കാതെ വൺ ടച്ച് പാസിലൂടെ ഇങ്ങനെ കളിച്ച് സമ്മർദ്ദത്തിലാക്കിയ ആ തന്ത്രം ഇവിടെയും പയറ്റിയിട്ടുണ്ടായിരുന്നു. അർജൻറ്റീനയ്ക്ക് ബോൾ കിട്ടിയിട്ടേ ഇല്ല. ഒരു ടാർഗറ്റ് ഷോട്ട് പോലും അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല.